ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദിനി ദേവിദാസി. ഇന്ന് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 2 വായിക്കുന്നത്. എല്ലാവരും കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിധി പാണ്ഡവാം നഹി അസന്യസ്തസങ്കൽപോ യോഗി ഭവതി കശ്ചന. സിനോണിംസ്. യം വാട്ട്, സന്യാസം റിനൗൺസിയേഷൻ, ഇതി ദസ്, പ്രാഹു they say, യോഗം ലിങ്കിങ് വിത്ത് ദ സുപ്രീം, തം ദാറ്റ്, വിധി യു മസ്റ്റ് നോ. യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്. സന്യാസം, സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസം, പരിത്യാഗം. ഇതി ദസ്, അങ്ങനെ. പ്രാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയുന്നു. യോഗം ലിങ്കിങ് വിത്ത് ദ സുപ്രീം എന്ന് പറഞ്ഞാൽ പരമസത്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അതാണ് യോഗം എന്ന് പറയുന്നത്. തം ദാറ്റ്, ഏതാണോ അത്. വിധി യു മസ്റ്റ് നോ എന്ന് പറഞ്ഞാൽ നീ അറിയണം. പാണ്ഡവ, ഓ സൺ ഓഫ് പാണ്ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? പാണ്ഡുപുത്ര. പാണ്ഡവ എന്ന് പറഞ്ഞാൽ എന്താണ്? പാണ്ഡുപുത്ര. ന നെവർ, ഒരിക്കലും. ഹി സെർട്ടൻലി എന്ന് വെച്ചാൽ എന്താണ്? തീർച്ചയായും. അസന്യസ്ത, വിത്തൗട്ട് ഗിവിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൈവിടാതെ. സങ്കല്പ, ഡിസയർ ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. സങ്കല്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗി എന്ന് പറഞ്ഞാൽ യോഗി തന്നെ. ഭവതി, ആയിത്തീരുന്നു. കശ്ചന, എനിവൺ, ആരായാലും. എൻ്റെ വ്യാഖ്യാനമാണ്, ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്, ട്രാൻസ്ലേഷൻ, വിവർത്തനമാണ്. വാട്ട് ഈസ് കോൾഡ് റിനൗൺസിയേഷൻ you should know to be the same as yoga or linking oneself with the supreme. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. അപ്പോൾ എന്താണ് പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുകയാണ് ഈ വിവർത്തനത്തിൽ. പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ തന്നെയാണ്. യോഗ എന്ന് പറയുന്നത് എന്താണ്? പരിത്യാഗമാണ്. ഓർ ലിങ്കിങ് വൺ സെൽഫ് വിത്ത് ദി സുപ്രീം. യോഗ എന്ന് പറയുന്നത് എന്താണ്? പരിത്യാഗമാണ്. അല്ലെങ്കിൽ എന്താണ്? പരമസത്യവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത് എന്താണോ അതാണ് യോഗം, അതാണ് യോഗ.
O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. ഇന്ദ്രിയാസ്വാദനത്തിനുള്ള ആഗ്രഹം കൈവിടാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും യോഗിയാകാൻ സാധിക്കില്ല. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത്. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനമാണ്, പർപ്പോട്ട്. റിയൽ സന്യാസ യോഗ ഓർ ഭക്തി മീൻസ് ദാറ്റ് വൺ ഷുഡ് നോ his constitutional position as the living entity and act accordingly. സന്യാസയോഗം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? വൺ ഷുഡ് നോ ഹിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആസ് ദ ലിവിങ് എൻറ്റിറ്റി. അപ്പോൾ എന്താണ്? ഒരു ആത്മാവെന്നുള്ള നിലയിൽ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള രൂപം, സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോഴാണ് സന്യാസ യോഗം എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതിനെയാണ് സന്യാസയോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്. ദ ലിവിങ് എൻറ്റിറ്റി ഹാസ് നോ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിറ്റി. ഒരു ലിവിങ് എൻറ്റിറ്റിക്ക്, ഒരു ജീവാത്മാവിന് പ്രത്യേകിച്ച് ഒരു നിലനിൽപ്പില്ല. ഒന്നിനെയും ആശ്രയിക്കാതെ ഒരു ജീവാത്മാവിന് നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. ഹീ ഈസ് ദ മാർജിനൽ എനർജി ഓഫ് ദ സുപ്രീം. പരമസത്യത്തിൻ്റെ എന്താണ്? മാർജിനൽ എനർജിയാണ് ആര്? ജീവാത്മാവ് എന്ന് പറയുന്നത്. വെൻ ഹി ഈസ് എൻട്രാപ്ഡ് ബൈ മെറ്റീരിയൽ എനർജി ഹി ഈസ് കണ്ടീഷൻഡ്, ആൻഡ് വെൻ ഹി ഈസ് കൃഷ്ണ കോൺഷ്യസ് ഓർ അവെയർ ഓഫ് ദ സ്പിരിച്വൽ എനർജി then he is in his real and natural state of life. Sorry. The living entity has no separate independent identity. He is the marginal energy of the Supreme. When he is enwrapped by material energy, he is conditioned. അപ്പോൾ എന്താണ്? എന്തുകൊണ്ടാണ് ജീവാത്മാവിന് പ്രത്യേകമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അത് ഒന്നിനെയും ആശ്രയിക്കാതെ അത് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അത് പരമപുരുഷൻ്റെ മാർജിനൽ എനർജിയാണ്. നമ്മളൊക്കെ എന്താണ്? ആ ഒരു മാർജിനൽ എനർജിയാണ്. എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജീവാത്മാക്കളും പരമാത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാർജിനൽ എനർജിയാണ്. വെൻ ഹീസ് എൻട്രാപ്ഡ് ബൈ മെറ്റീരിയൽ എനർജി, ഭൗതികമായിട്ടുള്ള ഈ ഒരു ലോകത്തിൽ പെട്ടുപോകുമ്പോഴാണ് ആ ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടുന്നു, കണ്ടീഷൻഡ് ആകുന്നു. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബദ്ധ ജീവാത്മാവായി തീരുന്നത് എപ്പോഴാണ്? ഈ ഭൗതികമായ ഈ ലോകത്ത് നമ്മൾ പെട്ടുപോകുമ്പോഴാണ് നമ്മൾ ബദ്ധ ജീവാത്മാവായിട്ട് മാറുന്നത്. വെൻ ഹി ഈസ് കൃഷ്ണ കോൺഷ്യസ് ഓർ അവെയർ ഓഫ് ദി സ്പിരിച്വൽ എനർജി ദെൻ ഹി ഈസ് ഇൻ ഹിസ് റിയൽ ആൻഡ് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ലൈഫ്. പക്ഷേ ഈ ഒരു ഭൗതിക ലോകത്തിലാണെങ്കിൽ കൂടിയും നമ്മൾ കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ, നമ്മൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ എന്താണ്? നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ല, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ആ ഒരു ഊർജത്തിൻ്റെ കൺട്രോളിലായിട്ട് നമ്മൾ മാറുകയാണ്. അങ്ങനെ വരുമ്പോഴാണ്, അതാണ് ചില കൃഷ്ണനുമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മളെ ജീവാത്മാക്കൾക്ക് നമ്മളുടെ സ്ഥിരമായിട്ടും ശാശ്വതമായിട്ടുമുള്ള അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മളുടെ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ കൃഷ്ണനുമായി ബന്ധപ്പെടുമ്പോഴാണ്. Therefore, when one is in complete knowledge, one ceases all material sense gratification or renounces all kinds of sense gratificatory activities. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പൂർണ്ണമായിട്ടുള്ള ഒരു ജ്ഞാനം ആ വ്യക്തിയിൽ ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്?
Therefore, when one is in complete knowledge, one ceases all material sense gratification or renounces all kinds of sense gratificatory activities. അപ്പോൾ ഒരാൾ ഈ ഒരു പൂർണ്ണ ജ്ഞാനത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്താണ്, ഞാൻ കൃഷ്ണൻ്റേതാണ് വെച്ചാൽ എന്താണ്, ഞാൻ ജീവാത്മാവാണ്, ഞാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ശാശ്വതമായിട്ടുള്ള അംശമാണ്, എൻ്റെ സ്ഥാനം ഭഗവാന്റെ സേവന കർമ്മമാണ് എന്നുള്ള ശരിയായിട്ടുള്ള ആ ഒരു സ്ഥാനം നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. വൺ സീസസ് ഓൾ മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ പൂർണ്ണ ജ്ഞാനം ഉദിക്കുമ്പോൾ നമ്മൾ നിർത്തലാക്കും. ഓർ റെനൗൺസസ് ഓൾ കൈൻഡ്സ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസ്. ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ത്യജിക്കും. ദിസ് ഈസ് പ്രാക്ടീസ്ഡ് ബൈ ദ യോഗീസ് ഹൂ റിസ്ട്രെയിൻ ദ സെൻസസ് ഫ്രം മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്. അപ്പോൾ ഇത് എങ്ങനെയുള്ള യോഗികളാണ് ഈ ഭക്തിയോഗം പാലിക്കാൻ അല്ലെങ്കിൽ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുവാൻ എങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദന ത്വരകളെല്ലാം ആ ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്നെല്ലാം വിമുക്തി നേടിയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭക്തിയോഗം പൂർണ്ണമായിട്ടും ആ ഒരു ഭക്തിയോഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും മുഴുകാൻ സാധിക്കുകയുള്ളൂ. But a person in Krishna consciousness has no opportunity to engage his senses in anything which is not for the purpose of Krishna. അപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക്, കൃഷ്ണ ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, but a person in Krishna consciousness has no opportunity to engage his senses in anything which is not for the purpose of Krishna. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്, അല്ലെ? ഇന്ദ്രിയങ്ങളെ എങ്ങനെ ആസ്വദിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നാൽ കൃഷ്ണാവബോധത്തിലുള്ള അല്ലെങ്കിൽ കൃഷ്ണ ഭക്തിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തി എപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട് ആ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാനുള്ള ആ ഒരു പ്രവണത ആ വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ കൂടിയും ക്രമേണ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോട് കൂടിയിട്ട് ആ ഇന്ദ്രിയാസ്വാദന പ്രവണതകളെല്ലാം ആ വ്യക്തിയെ വിട്ടുപോകുന്നതാണ്. The purpose of knowledge and of restraining the senses as prescribed in the jnana and yoga process is automatically served in Krishna consciousness. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ദ പർപ്പസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിൻ്റെ ആ ഒരു ഉദ്ദേശവും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള അറിവിൻ്റെ ആ ഒരു ലക്ഷ്യത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജ്ഞാനയോഗ പ്രോസസ്സിൽ ജ്ഞാനയോഗ പ്രവർത്തനങ്ങൾ, ആ ജ്ഞാനയോഗത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പരമപുരുഷനെ പറ്റിയിട്ടുള്ള അറിവ് നേടുക, അതാണ് ജ്ഞാനയോഗത്തിൽ പറയുന്നത്. പക്ഷെ അത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ആ ഇന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് കൃഷ്ണാവബോധം, കൃഷ്ണഭക്തിയിലേക്ക് വരുമ്പോൾ ആ ജ്ഞാനയോഗത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭക്തിയോഗത്തിൽ ഓട്ടോമാറ്റിക്കലി പ്രാവർത്തികമായി വരുന്നു. ജ്ഞാനയോഗത്തിന്റെ ഉദ്ദേശം എന്താണോ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വിടുവിച്ചുകൊണ്ടുള്ള ആ ഒരു യോഗയിലേക്ക് പോകാതെ, ആ ഒരു നിയന്ത്രണങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ആ ഇന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ശരിയായിട്ടുള്ള നോളജ്, ശരിയായിട്ടുള്ള അറിവ് ലഭിക്കുന്നു. If one is unable to give up the activities of his selfish nature, then jnana and yoga are of no avail. The real aim is for a living entity to give up all selfish satisfaction and to be prepared to satisfy the Supreme. അപ്പോൾ എന്താണ് ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്? എന്താണ്? സെൽഫിഷ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിക്കുക, എന്നിട്ട് കൃഷ്ണന് വേണ്ടിയിട്ട്, കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക്
ആ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡിസയർ ഫോർ എനി കൈൻഡ് ഓഫ് സെൽഫ് എൻജോയ്മെന്റ്. ഒരു കൃഷ്ണാവബോധവാനുള്ള ഒരു വ്യക്തിക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. ഹി ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഫോർ ദ എൻജോയ്മെന്റ് ഓഫ് ദ സുപ്രീം. അദ്ദേഹം എപ്പോഴും എന്താണ്? കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉപയോഗിക്കുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഉപയോഗിക്കുക. ഹി ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഫോർ ദ എൻജോയ്മെന്റ് ഓഫ് ദ സുപ്രീം. One who has no information of the Supreme must therefore be engaged in self-satisfaction, because no one can stand on the platform of inactivity. അപ്പം എന്താണ്? ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ജ്ഞാനം നേടാം എന്നുള്ള ആ ഒരു ജ്ഞാനയോഗത്തിൻ്റെ ആ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? പ്രായോഗികമല്ല. കാരണം എന്താണ്? നമ്മളുടെ ഒരു പ്രവണത എന്താണ്? എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. One who has no information of the Supreme must therefore be engaged in self-satisfaction. അപ്പോൾ കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിലല്ല ഒരു വ്യക്തി ഏർപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തി എന്ത് തരം പ്രവർത്തനങ്ങളിലായിരിക്കും ഏർപ്പെടുന്നത്? സ്വന്തം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ഏർപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിക്ക് ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. പ്രവർത്തന നിരതമായിട്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും. അപ്പോൾ ആ പ്രവൃത്തികളെയെല്ലാം കൃഷ്ണസേവനത്തിന് വേണ്ടിയിട്ട് വഴിതിരിച്ചു വിടുക, കൃഷ്ണസേവന പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുകയാണ് എങ്കിൽ അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ആ കൃഷ്ണസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എല്ലാ ജീവാത്മാക്കളുടെയും ശരിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണസേവനമാണ്. കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സനാതനമായിട്ടുള്ള ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മാവിൻ്റെ ധർമ്മം. ഓരോ ആത്മാവിൻ്റെയും ധർമ്മം എന്താണ്? കൃഷ്ണസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. All purposes are perfectly served by the practice of Krishna consciousness. എല്ലാ ലക്ഷ്യങ്ങളും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുടെ all purposes are perfectly served by the practice of Krishna consciousness. അപ്പോൾ എന്താണ്? എല്ലാ യോഗകളുടെയും ലക്ഷ്യം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തിയോഗത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണസേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുകയാണ് എങ്കിൽ എല്ലാ യോഗയുടെയും ലക്ഷ്യം ഭക്തിയോഗത്തിലൂടെ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ജയ് ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ജയ് ശ്രീല പ്രഭുപാദ്.